ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 52ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദശകത്തെ ഭംഗിയായി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ്. ഹരേ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിൽ ഒരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ, പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ജനകായ നമ, ഓം ജനയിത്രേ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. 52ാമത്തെ ദശകത്തിലെ ബ്രഹ്മമോഹനം എന്ന് പറയുന്ന സുപ്രസിദ്ധമായിട്ടുള്ള ഭാഗവതത്തിലെ ലീലയാണ് പ്രതിപാദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞൂല്ലേ, ആ അഘാസുരൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ള അഘാസുരനെ നിഷ്പ്രയാസം വധിച്ചതിന് ശേഷം ഭഗവാൻ പിന്നെ വനഭോജനത്തിന് മുന്നോട്ട് നീങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ അഘാസുരനെ വധിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാ, ആകാശത്ത് നിന്ന് ആ അഘാസുരൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ജീവാത്മാവ് ആ ഭഗവാനിലേക്ക് ലയിക്കണത് ദേവന്മാരും ബ്രഹ്മാവും എല്ലാവരും കണ്ടു, അവർ സ്തുതിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പറഞ്ഞത് ഭഗവാൻ വേറൊരു സ്ഥാനം തിരഞ്ഞുകൊണ്ട് അവിടെ പോയിട്ടിരുന്നിട്ട് അതിഗംഭീരമായിട്ടുള്ള വനഭോജനം എന്ന് പറഞ്ഞ ലീല ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അഘാസുരനെ വധിക്കണത് കണ്ടിട്ട് ഈ ബ്രഹ്മാവിന് പോലും ഒരു അത്ഭുതം തോന്നിയെന്നാ. കാരണം ഭഗവാൻ അനേകം അവതാരങ്ങൾ എടുത്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും അത്യത്ഭുതകരമായിട്ടുള്ള ഒരു സ്വരൂപത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ലീലകൾ ആടിയിട്ടുള്ള ഒരു സ്വരൂപത്തിൽ ഭഗവാനെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. കാരണം നമുക്കറിയാം, നമ്മൾ കൃഷ്ണാവതാരം പൂർണ്ണാവതാരമാണെന്നാണ് പറയുക. എല്ലാം നിഷ്പ്രയാസം ഒരു ആസ്വാദനത്തോടുകൂടി, നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞതാ, ഭഗവാൻ ഒന്നും ഒരു പ്രതിബന്ധമായിട്ട് ചെയ്യണ ഒരു ശൈലിയേ ഇല്ല കൃഷ്ണാവതാരത്തിൽ. എല്ലാം ഒരു ആസ്വാദനത്തോടുകൂടി ആ താൻ ചെയ്യണ കർമ്മങ്ങൾ അങ്ങനെ അതൊരു ലീലയായും കൊണ്ട് കളിച്ചും കൊണ്ടാണ് ഭഗവാൻ ആ കുട്ടിക്കാലത്തായാലും ശരി, പിന്നെ അവസാനം ആ സ്വധാമഗമനത്തിലുള്ള ആ അവസരം വരെ അടക്കം ഭഗവാനെ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ, സദാ പുഞ്ചിരിച്ചും കൊണ്ട് അല്ലേ. അപ്പം ആ സ്വരൂപം, ആ ലീലകളിലെ വൈഭവം ഇത് കണ്ടിട്ട് ആ ബ്രഹ്മാവിന് പോലും അത്ഭുതം തോന്നിയെന്ന. അപ്പോൾ ഈ ഭഗവാനെ ഒന്ന് പരീക്ഷിച്ചാലോ എന്നുള്ള ഒരു മണ്ടത്തരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു എന്നാണ് പറയണത്. നോക്കൂ, ഭഗവാനെ പരീക്ഷിക്കാൻ നമ്മൾ ആൾക്കാരാണോ? അല്ല. ചില സന്ദർഭത്തിൽ നമുക്ക് തോന്നും നമ്മളുടെ ഒരു മഹിമ, നമ്മളുടെ ഒരു കേമത്തം, അത് കാരണം നമ്മൾ പലതും ചെയ്യണു. ഭഗവാൻ ഇതിലൊന്നും വലിയ പങ്കൊന്നുമില്ല. ഇതിനു മുൻപ് പല തവണ വീണിട്ട് ആ ഭഗവാനെ ആശ്രയിച്ച് മുകളിലേക്ക് വന്ന ആൾക്കാരാവും കേട്ടോ. പക്ഷെ ആ യശസ് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ അങ്ങോട്ട് മറക്കുകയും, ഇതൊക്കെ എൻ്റെ ഒരു ആ കേമത്വം കൊണ്ടാണ് എന്നുള്ളൊരു മട്ടിൽ. ഓ, ഇവിടെ ഞാൻ സൃഷ്ടികർത്താവായിട്ടുള്ള ഞാൻ ഈ ബാലകനെ എനിക്ക് പരീക്ഷിക്കാനുള്ള കഴിവില്ലേ എന്നുള്ള ഒരു മട്ടിൽ ഇവിടെ ബ്രഹ്മാവ് ഭഗവാന്റെ കൂടെ ഭഗവാനെ ഒന്ന് മായയിൽ പെടുത്താം, നോക്കണേ, മായാമയനായിട്ടുള്ള ഭഗവാനെ തൻ്റെ മായയിൽ പെടുത്താം എന്ന് വ്യാമോഹിച്ചും കൊണ്ട് ഒരു ലീല ചെയ്തു എന്നാണ് പറയണത്. എന്താ, അങ്ങനെ ആ കുട്ടികളെല്ലാവരും കൂടി വനത്തിലിരുന്ന് ഭോജനം അല്ലെ, ഭക്ഷണം കഴിക്കുന്ന കഥ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പശുക്കുട്ടികളെയൊക്കെ അടുത്തുള്ള ആ കാട്ടിലേക്ക് വിട്ടതായിരുന്നു. അവരവിടെ നിന്നിട്ട് ഭക്ഷണം കഴിച്ചോട്ടെ എന്നുള്ള മട്ടിൽ അങ്ങനെ ഇവരിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഈ ബ്രഹ്മാവ് എന്ത് ചെയ്തു, ഭഗവാനെ ഒന്ന് കളിപ്പിക്കാം, ഭഗവാനെ തൻ്റെ മായയിൽ പെടുത്താം എന്ന് കരുതിയും കൊണ്ട് ഈ പശുക്കുട്ടികളെയൊക്കെ അവിടുന്ന് മറച്ചു
എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ശ്രദ്ധയുണ്ട് ആ പൈക്കുട്ടികൾ അവിടെ ഇല്ല എന്നുള്ള. പെട്ടെന്ന് ആ പൈക്കുട്ടികൾ അവിടെ ഇല്ല, അവരെ കാണാനില്ല എന്ന് കണ്ടപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും പരിഭ്രമമായി. കാരണം എന്താ, ഇവരെ ഏൽപ്പിച്ചിട്ട് ഇവരുടെ ഉത്തരവാദിത്തത്തിലാണ് അച്ഛനമ്മമാരെ അവിടെ നിന്ന് അയച്ചിട്ടുള്ളത് പൈക്കുട്ടികളെ. അപ്പോൾ അവരെ കാണാനില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് ആകെ പരിഭ്രമമായി. അപ്പോൾ അവരെല്ലാവരും തിരയാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഭഗവാൻ മനസ്സിലാക്കിയെന്നാ ഇത് ബ്രഹ്മാവിൻ്റെ കളിയാണ് അല്ലേ. അപ്പോൾ ബ്രഹ്മാവാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഭഗവാന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഭഗവാൻ പറഞ്ഞു എന്നാണ്, നിങ്ങളെല്ലാവരും ഇരിക്കൂ, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഞാൻ പോയിട്ട് തിരഞ്ഞു നോക്കിയിട്ട് വരാം എന്നുള്ള ആ ഒരു ഉത്സാഹത്തോടു കൂടി ആ ചോറ് ഉണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ആ പകുതി ഉരുള അവിടെ വെച്ചും കൊണ്ട് ഭഗവാൻ എണീറ്റു പോയിട്ട് ആ പശുക്കുട്ടികളെ തിരയാൻ പോവുക എന്നുള്ള മട്ടിൽ പോയി എന്നാണ് പറയണത്. എന്താണ് ശരിക്കും ഭഗവാൻ ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ഇങ്ങനെ പോയ സമയത്ത് ആ ബ്രഹ്മാവിന് ഇനി അങ്ങനെ ഒരു കളി കളിക്കണോ, എന്നായിക്കോട്ടെ ഞാൻ അതിനനുസരിച്ച് നിന്ന് കൊടുക്കാന്നുള്ള മട്ടില് ഭഗവാൻ അവിടെ അഭിനയിച്ചും കൊണ്ട് മാറി കൊടുത്തു എന്നാ പറയണേ. കാരണം എന്താ, അടുത്തത് എന്താ ബ്രഹ്മാവ് ചെയ്യാൻ പോണേ, ഭഗവാൻ അങ്ങോട്ട് മറിയുമ്പോഴേക്കും ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഗോപകുട്ടികളെയും അവിടുന്ന് മറിച്ചു എന്നാണ് പറയണത്. ആദ്യം പൈക്കുട്ടികളെ മറിച്ചു, അപ്പോൾ ഭഗവാൻ അവരെ തിരയാൻ പോവാന്നുള്ള മട്ടിൽ അവിടുന്ന് മാറിക്കൊടുത്തു. അങ്ങനെ മാറിക്കൊടുത്ത സമയത്ത് മറ്റുള്ള ഗോപകുട്ടികളെയും അവിടുന്ന് മറിച്ചു എന്നാണ് പറയണത്. ഇങ്ങനെ ആ ഭഗവാനെ ഒന്ന് കളിപ്പിക്കാം എന്നുള്ള മട്ടില് ഇങ്ങനെ ഒരു ലീല ആടിയ സമയത്ത് ഭഗവാൻ എന്താ ചെയ്ത്, അതിലും വലിയ മായ പ്രയോഗിക്കുന്ന ആളാണല്ലേ ഭഗവാൻ. ഭഗവാന്റെ മായയുടെ മുന്നിൽ ഒന്നുമല്ല. ആ ഭഗവാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ സന്ധ്യാസമയം ആവാനായി തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ടതാണ്. കുട്ടികളെ കണ്ടിട്ടില്ലെങ്കിൽ അമ്മമാർ വിഷമിക്കും, പൈക്കുട്ടികളെ കണ്ടിട്ടില്ലെങ്കിൽ ആ അമ്മമാരായിട്ടുള്ള പശുക്കളെ വിഷമിക്കും. അപ്പോൾ അവർക്കൊന്നും ഒരു വിഷമം ബാധിക്കാൻ പാടില്ല. അവരൊക്കെ എന്നെ ആശ്രയിച്ച ആൾക്കാരാ. നോക്കൂ, ഭഗവാൻ തൻ്റെ ഭക്തന്മാരുടെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുന്ന. ഭക്തന്മാരൊരു പക്ഷെ ഭഗവാനെ മറന്നേക്കാം, പക്ഷെ ഭക്തന്മാരുടെ കാര്യം ഭഗവാൻ ഒരിക്കലും മറക്കില്ല. എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കണുണ്ട്, എല്ലാം ഭഗവാന്റെ ആ അധീനതയിലാണ് നടക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പരിഭ്രമം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ, ആ അമ്മമാർക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള മട്ടില് ഭഗവാൻ താൻ തന്നെ ആ ഓരോ പൈക്കുട്ടിയുടെ സ്വരൂപമായിട്ടും ഓരോ ആ ഗോപക്കുട്ടിയുടെ സ്വരൂപമായിട്ടും, ഇത് മാത്രമല്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന കോല്, ഓടക്കുഴല്, കൊമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ സ്വരൂപവും കൂടി സ്വീകരിച്ചും കൊണ്ട് അവിടെ ആ ബാക്കിയുള്ള സമയം, സാധാരണ അവർ ചെലവഴിക്കാറുള്ളത്ര സമയം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇവരെല്ലാവരുടെയും കൂടെ അങ്ങോട്ട് ഗോകുലത്തിലേക്ക് പോയി എന്നാ പറയണത്. അപ്പോൾ പക്ഷെ അവരങ്ങോട്ട് ചെന്ന സമയത്ത് സാധാരണഗതിക്ക് സ്വീകരിക്കണ പോലെ ഒരു സ്വീകരണം അല്ല ഉണ്ടായത്. കാരണം എന്താ, സാധാരണ ഭഗവാനും കൂട്ടുകാരും പൈക്കുട്ടികളും എല്ലാവരും കൂടിയാണ് പോണത്. പക്ഷെ ഇത്തവണ ഭഗവാൻ തന്നെ പല സ്വരൂപങ്ങളിലാണ് പോണത്. ആ വ്യത്യാസം ഉണ്ട് അല്ലേ. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവിടെ ഉണ്ട്, അതേപോലെ ആ കൂട്ടുകാരായിട്ട് അവിടെ ഉണ്ട്, അവര് മേച്ചിരുന്ന പൈക്കുട്ടികളായിട്ടുണ്ട്, അവരുടെ കയ്യിലുള്ള സാധനങ്ങളായിട്ടുണ്ട്. ഇതൊക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ ഭഗവാൻ ആ ഗോകുലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ അമ്മമാരുടെ ആ ഒരു ആനന്ദം, അവരുടെ ഒരു വാത്സല്യത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ എടുത്തു പറയുന്നുണ്ട്. എങ്ങനെയാ, ഒരു പ്രത്യേകതരം സ്നേഹം സാധാരണ ഉണ്ടാവണതിലും അധികമായിട്ട് ആ ഒരു മമതാബോധം അല്ലെങ്കിൽ ഒരു സ്നേഹം ആ കുട്ടികളോട്, ആ അമ്മമാർക്ക് തങ്ങളുടെ ഗോപക്കുട്ടികളോട്, പശുക്കൾക്കാണെങ്കിൽ തങ്ങളുടെ പൈക്കുട്ടികളോട് എന്തെന്നില്ലാത്തൊരു സ്നേഹവും വാത്സല്യവും അന്നുണ്ടായി എന്നാണ് പറയണത്. അപ്പം അത് എന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ ഇവിടെ മേൽപ്പത്തൂർ പറയുന്നുണ്ട്, അതുവരെ തൻ്റെ ആ മക്കള് പൈക്കുട്ടികളാണെങ്കിൽ പശുക്കളുടെ കാര്യത്തിൽ പൈക്കുട്ടികൾ, ഗോപസ്ത്രീകളുടെ കാര്യത്തിൽ ഗോപക്കുട്ടികൾ, അവർക്ക് തൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവൻ തന്നെയാണ്. പക്ഷെ അത് ഒരു ജീവാത്മാവാണ് അല്ലേ. ആ ഭഗവാൻ എന്ന് പറയുന്നത് പരമാത്മാവാണ്. അപ്പോൾ ജീവാത്മാവിനെ തൻ്റെ സ്വന്തം കുട്ടിയെന്ന് കരുതി ആ വാത്സല്യം തോന്നിയതിനേക്കാളും എത്രയോ അധികം ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു പരമാത്മാവായ ഭഗവാനെ ആ സ്ഥാനത്തേക്ക് കിട്ടിയപ്പോൾ എന്നാ. അപ്പം അങ്ങനെ അവര് യാതൊരു വിഷമോ അറിയാതെ ഇങ്ങനെ ബ്രഹ്മാവ് ഒരു ലീലയാടിയെന്നോ തൻ്റെ കുട്ടികൾ തൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഭാവോ ഒന്നും ഇല്ലാണ്ട് ആ യശോദാദേവിയും നന്ദഗോപരും ഏതൊരു ആനന്ദമായിരുന്നോ ഭഗവാൻ ജനിച്ചപ്പോൾ മുതൽ അനുഭവിച്ചിരുന്നത്, അതേ ആനന്ദം ഈ ഗോകുലത്തിലുള്ള സകല അച്ഛനമ്മമാർക്കും അവിടെ അനുഭവിക്കാൻ സാധിച്ചു എന്നാ പറയണത്. അപ്പോൾ ബ്രഹ്മാവിന്റെ ലീലയുണ്ട് ഇങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ടായി എന്നാ പറയണത്. എന്തായാലും അവരൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി അങ്ങനെ കഴിഞ്ഞുകൂടി എന്നാ പറയണത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ബ്രഹ്മാവ് ഈ കുട്ടികളെ മറിച്ചു, പൈക്കുട്ടികളെ മറിച്ചു, ഗോപന്മാരെ മറിച്ചു. എന്നിട്ട് ഒരു ക്ഷണം കഴിഞ്ഞ്, ഒരു നിമിഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതാ ഭഗവാൻ എന്താ ചെയ്യണതെന്ന്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട്. എന്താണെന്നറിയോ, ബ്രഹ്മാവിന്റെ ഒരു ക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു വർഷം. അപ്പൊ ഈ ഒരു വർഷക്കാലമാണ് ഭഗവാൻ ഈ ലീലയാടിയത്. ഒരു വർഷക്കാലമാണ് ഭഗവാൻ തന്നെ കൂട്ടുകാരായിട്ടും പൈക്കുട്ടികളായിട്ടും സാധനങ്ങളായിട്ടും ഒക്കെ അവിടെ ലീലകൾ ആടിയെന്നാ പറയുന്നത്. അപ്പോൾ ഒരു വർഷക്കാലം ഇങ്ങനെ ഓരോ ലീല ആടിയപ്പോഴും
ആർക്കും ഒരു സംശയം തോന്നിയില്ല. ബലഭദ്രസ്വാമിക്ക് അടക്കം സംശയം തോന്നിയില്ല എന്ന് ഇവിടെ എടുത്തു പറയുന്നു. ബലഭദ്രർക്കടക്കം 1 വർഷം കഴിയാറായപ്പോഴാണ് ഒരു സംശയം തോന്നിയത്. ഇത് ഭഗവാനാണോ അതോ കൂട്ടുകാരാണോ? അങ്ങനെ ഒരു സംശയം അദ്ദേഹത്തിന് പോലും 1 വർഷം കഴിയാറായപ്പോഴാണ് തോന്നിയത്. അപ്പൊ നോക്കി നോക്കൂ ഭഗവാന്റെ ആ മായയുടെ ഒരു മാഹാത്മ്യം അല്ലേ. അപ്പോൾ പറയുന്നുണ്ട്, 2 പേരും ആ ഭഗവാന്റെ തന്നെ അംശത്തിൽ നിന്ന് ജനിച്ച ആൾക്കാരാണ്, വിഷ്ണുവിന്റെ അംശത്തിൽ തന്നെ ജനിച്ച ആൾക്കാരാണ്. പക്ഷെ 2 പേർക്കും 2 സ്വരൂപങ്ങളാണ്, മഹാത്മ്യങ്ങളാണ്. ആ ഭഗവാന്റെ ആ മഹാത്മ്യത്തിന് മുൻപിൽ ബലഭദ്രർക്കടക്കം ആ സംശയം തോന്നിയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ 1 വർഷക്കാലം കഴിഞ്ഞു. ബ്രഹ്മാവിനെ സംബന്ധിച്ച് ഒരു ക്ഷണം കഴിഞ്ഞു. ആ ഒരു ക്ഷണം കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതാ, ഭഗവാൻ എന്താ ചെയ്യണത്, ഭഗവാൻ പെട്ടുപോയോ നോക്കിയതാ. നോക്കിയപ്പോൾ എന്താ, താൻ അവിടെ നിന്ന് മറിച്ചിട്ടുള്ള പൈക്കുട്ടികളും ഗോപന്മാരും എല്ലാവരും ഇതാ അവിടെ ഭഗവാന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള അത്ഭുതമായി എന്നാ പറയണത്. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ തന്റെ മായ ഒന്നുകൂടി ഒന്ന് കേമാക്കി എന്നാ പറയണത്. ആ സമയത്ത് ഭഗവാന്റെ അടുത്ത് കണ്ടിരുന്ന ഗോപന്മാരെയും പൈക്കുട്ടികളെയൊക്കെ നോക്കി എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. പെട്ടെന്ന് ആ നിമിഷത്തിൽ തന്നെ അവരുടെ സ്വരൂപങ്ങളൊക്കെ മാറി. ആ ഓരോരുത്തരും ചതുർബാഹുക സ്വരൂപങ്ങളായി. എല്ലാവരും ആ പീതാംബരപ്പട്ട കൊടുത്തും കൊണ്ട് ആ മഹാവിഷ്ണുവിന്റെ സ്വരൂപത്തോടു കൂടി അവരെല്ലാവരെയും കാണാൻ സാധിച്ചു എന്നാ. അങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും ആ സ്വരൂപം വീണ്ടും മാറിയെന്നാ. എങ്ങനെയാ, അനന്തശായി ആയിക്കൊണ്ട് ആ ലക്ഷ്മിയാൽ സേവിക്കപ്പെട്ടും കൊണ്ട് ഭഗവാന്റെ ആ ലീലയനുസരിച്ച് നമുക്കറിയാം, മഹാവിഷ്ണു സ്വരൂപത്തില് ആ അനന്തശായി ആയിക്കൊണ്ട് നിദ്രയിൽ ഇരിക്കണ ആ ഭഗവാൻ കിടന്നുകൊണ്ട് ആ അനന്തന്റെ മുകളിലായിട്ട് കിടന്നുകൊണ്ട് ലക്ഷ്മി ദേവിയാൽ സേവിക്കപ്പെട്ടും കൊണ്ട് സനകാദി മഹർഷിമാരെല്ലാവരും സ്തുതിക്കപ്പെട്ടും കൊണ്ട് ആ വൈകുണ്ഠത്തിൽ കാണുന്ന സ്വരൂപത്തിൽ ഇവർ ഓരോരുത്തരെയും കാണാൻ പറ്റിയെന്ന. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ വീണ്ടും അത്ഭുതമായി. ഇപ്പൊ ഇദ്ദേഹത്തിന് എന്തായി, ഇദ്ദേഹത്തിന് ബുദ്ധിഭ്രംശം വന്ന പോലെയായി ബ്രഹ്മാവിന്. കാരണം താൻ മറച്ച പൈകുട്ടികളും ഗോപന്മാരും ഒക്കെ ഒരു ഭാഗത്തുണ്ട്, ഭഗവാനാണെങ്കിൽ ഇങ്ങനെയും കാണുന്നു. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവണില്ല. ഓരോ സ്വരൂപത്തിലും നാരായണനെ കണ്ടു എന്നാ പറയണേ. പിന്നെ കണ്ടതാണ് അതിലും ഗംഭീരായത്, ആ ഓരോ നാരായണനെയും സേവിച്ചും കൊണ്ട് സേവക ഭാവത്തിൽ നിൽക്കണ തന്നെ കണ്ടു എന്നാ പറയണേ. ബ്രഹ്മാവിനെ തന്നെ അനേകം സ്വരൂപത്തിലായിട്ട് കണ്ടു എന്ന്. ഇത്രയും അങ്ങോട്ട് ആയപ്പോഴേക്കും അദ്ദേഹം മോഹാലസ്യപ്പെട്ട് അവിടെ വീണു. ഇനി എന്തെന്ന് മനസ്സിലാവാതെ, കാരണം ഭഗവാനെ മായയിൽ പെടുത്താൻ നോക്കിയ ആളാണ്, ഭഗവാന്റെ മായയിൽ പരാജയപ്പെട്ടു പോയി എന്നാ പറയണേ. അങ്ങനെ ആ മോഹാലസ്യപ്പെട്ട് അവിടെ വീണ സമയത്ത് പിന്നെ അങ്ങോട്ട് കണ്ണു തുറന്നപ്പോൾ എന്താ കണ്ടത്, ഒരൊറ്റ സ്വരൂപത്തിൽ കണ്ടു എന്നാ. ആ ഉണ്ണിക്കണ്ണനായിട്ടുള്ള ഭഗവാൻ ആ പകുതി ഉണ്ടിട്ടുള്ള ഉരുള കയ്യിൽ പിടിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കണത് കണ്ടു എന്നാ, പുഞ്ചിരിച്ചും കൊണ്ട്. അങ്ങനെ കണ്ട സമയത്ത് മനസ്സിലായി, ഇത് എൻ്റെ അബദ്ധമാണ്, ഭഗവാനെ പരീക്ഷിക്കാനുള്ള ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, അത് ഭഗവാൻ തന്നെയാണ് എൻ്റെ അധിപൻ എന്നുള്ള രീതിയിൽ അവിടെ കാൽക്കൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ചു. അതിഗംഭീരമായിട്ട് സ്തുതിച്ചു. ബ്രഹ്മാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അഹങ്കാരം, ആ മതം അങ്ങനെ മാറ്റിക്കൊടുത്തു ഭഗവാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ബ്രഹ്മാവ് എല്ലാവരെയും തിരിച്ചു കൊടുത്തു. എല്ലാവരും ഒന്നും അറിഞ്ഞിട്ടില്ല, ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, എല്ലാവരും ആ മായയിൽ പെട്ട് കിടക്കുകയായിരുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ വീണ്ടും എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് രസിച്ച് തിരിച്ച് ആ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ലീല ആടിയിട്ടുള്ള ഗുരുവായൂരപ്പ, അടിയൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേ, അടിയനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം സമർപ്പിക്കുന്നത്. നമുക്കായാലും ആ ഭഗവാന്റെ കാൽക്കൽ ഈ ദശകം ചൊല്ലി സമർപ്പിക്കാം. ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. അന്യാവതാരനികരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ്യ തദാഘമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനാസ പരോക്ഷഭാവം നിന്യേഥ വത്സകഗണാൻ പ്രവിതത്യ മായാം. വത്സാനവീക്ഷ്യ വിവശേ പശുപോത്കരേ താൻ ആനേതു കാമ ഇവ ധാതൃമതാനുവർത്തി. ത്വം സാമി ഭുക്തകബളോ ഗതവാംസ്തദാനീം ഭുക്താം സ്ഥിരോധിത സരോജ ഭവ കുമാരാൻ. വത്സായിതസ്തദനുഗോപഗണായിതസ്ത്വം ശിക്യാദിഭാണ്ഡമുരളീഗവലാദിരൂപ പ്രാഗ്വദ്വിഹൃത്യ വിപിനേഷു ചിരായ സായം ത്വം മായയാഥ ബഹുധാ വ്രജമായയാഥ. ത്വാമേവ ശിക്യഗവലാധിമയം ദധാന ഭൂയസ്ത്വമേവ പശുവത്സകബാലരൂപ ഗോരൂപിണീഭിരപി ഗോപവധൂമയീഭിः ആസാദിതോऽसि जननीभिरतिप्रहर्षात्.
ജീവം ഹി കഞ്ചിദഭിമാനവശാത് സ്വകീയം മത്വാ തനൂജ ഇതി രാഗഭരം വഹന്ത്യ ആത്മാനമേവ തു ഭവന്തമവാപ്യ സൂനും പ്രീതിം യയുർന കിയതിം വനിതാശഗാവ ഏവം പ്രതിക്ഷണ വിജൃംഭിത ഹർഷഭാര നിശേഷ ഗോപഗണ ലാളിത ഭൂരിമൂർത്തേ ത്വാമഗ്രജോപി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോരപി മഹാൻ യുവയോർവിശേഷ വർഷാവധൗ നവപുരാതനവത്സപാലാൻ ദൃഷ്ട്വാ വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാദീദൃശ പ്രതിനവാന്മകുടാംഗദാദി ഭൂഷാംശതുർഭുജയുജ സജലാംബുദാഭാൻ പ്രത്യേകമേവ കമലാപരിലാളിതാംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതദൃശ സനകാദിയോഗിവ്യാസേവിതാൻ കമലഭൂർഭവതോ ദദർശ നാരായണാകൃതിമസംഖ്യതമാം നിരീക്ഷ്യ സർവത്ര സേവകമപി സ്വമവീക്ഷ്യ ധാതാ മായാനിമഗ്നഹൃദയോ വിമുമോഹയാവദേകോ ബഭൂവിധ തദാ കബളാർദ്ധപാണി നശ്യന്മദേ തദനു വിശ്വപതിം മുഹുസ്ത്വാം നത്വാ च नूतवति धातरि धामयाते पूतैः समं प्रमुदितैः प्रविशन्निकेतं वातालयाधिपविभो परिपाहि रोगात्. ഗുരുവായൂരപ്പാ ശരണം.